ശ്രീ ആർ വി ബാബു കൂടി ചേരുകയാണ്. ശ്രീ ആർ വി ബാബു, ഈ സ്വർണ്ണ സംഘടിത കൊള്ളയിൽ ശബരിമലയിലെ ശാസ്താവിന്റെ സ്വർണം അടിച്ചു മാറ്റിയതിൽ ഇന്ത്യ സഖ്യം അത് ഏതാണ്ട് വ്യക്തമാവുകയാണ്. എത്രത്തോളം നിർണായകമാണ് ഇപ്പോൾ സാഹചര്യങ്ങൾ? നാളെ എത്രത്തോളം നിർണായകമാണ് CPM-നും കോൺഗ്രസിനും? നാളെ നമ്മുടെ CBI അന്വേഷണത്തെ സംബന്ധിച്ചുള്ള ഹൈക്കോടതിയുടെ വിധി വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അന്വേഷണത്തെ സംബന്ധിച്ചുള്ള അവിശ്വാസം വേണ്ടത്ര രീതിയിൽ SITയുടെ അന്വേഷണം പോകുന്നില്ല, വേണ്ടത്ര രീതിയിൽ അന്വേഷണം പുരോഗമിക്കുന്നില്ല. ശിക്ഷിക്കപ്പെടുന്ന ആളുകൾ അല്ലെങ്കിൽ SIT ആസൂത്രിതമായിട്ടോ അല്ലെങ്കിൽ ചില ആളുകൾ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെയുള്ള ആരോപണം ഇപ്പോൾ സമൂഹത്തിൽ വളരെ ശക്തമായിട്ടുണ്ട്. നമ്മൾ തുടക്കത്തിൽ പ്രതീക്ഷിച്ച പോലെ തന്നെ SITക്ക് മേൽ സർക്കാരിന്റെ ഒരു അദൃശ്യ കരങ്ങൾ പ്രവർത്തിക്കുന്നു. സർക്കാരിന്റെ സമ്മർദ്ദത്തിന് ഇടയാക്കിക്കൊണ്ട് SITക്ക് പ്രവർത്തിക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന പൊതുബോധം ഇന്ന് സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായും അതുകൊണ്ട് കണക്കിലെടുത്ത് ഹൈക്കോടതി നിലവിൽ SITയുടെ അന്വേഷണം മാത്രം പോരാ, മാത്രമല്ല പുതിയ വെളിപ്പെടുത്തലുകളുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഇത് രണ്ട് മുന്നണികളും ചേർന്ന് നടത്തിയിട്ടുള്ള വലിയൊരു കാട്ടുകൊള്ളയാണ് എന്ന് ഏകദേശം ധാരണയായിരിക്കുന്നു. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള ആളുകൾ ഇവിടെ നിന്ന് ഈ പറയുന്ന AntiQ ഉള്ളങ്ങൾ നടത്തി അത് അദ്ദേഹത്തിന് വിറ്റഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ സോണിയാഗാന്ധിയുമായിട്ട് ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമം നടന്നു എന്നുള്ളതൊക്കെ ഇപ്പൊ പുറത്തു വന്ന കാര്യങ്ങളാണ്. അപ്പൊ അതെല്ലാം കൂടി കണക്കിലെടുക്കുമ്പോൾ ഇത് SITയുടെ കരങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്ന ലക്ഷണമായിട്ട് തോന്നുന്നില്ല. SITക്ക് അപ്പുറം ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ അന്വേഷണത്തിലൂടെ മാത്രമേ ഇത്തരം കാര്യങ്ങൾ പുറത്തു വരൂ എന്നുള്ള അവസ്ഥ സംജാതമായിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും CBI അന്വേഷണത്തിലേക്ക് ഈ കേസ് പോയാൽ മാത്രമേ വസ്തുതകൾ മുഴുവൻ പുറത്തു വരൂ എന്നുള്ളതായിട്ട് സംശയം. അപ്പൊ ആ അന്വേഷണം മാത്രം പ്രതികൂട്ടി CBI അന്വേഷണത്തിന്റെ ഇതിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ കോൺഗ്രസിന്റെ നേതാക്കന്മാർ കൂടി പെടുമെന്നുള്ള അവസ്ഥ ഏകദേശം ഇപ്പോ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ശബരിമല അടക്കമുള്ള ക്ഷേത്രങ്ങളുടെ കൊള്ളയ്ക്ക് ഈ ഇടത് വലത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളും ഒരേപോലെ കുറ്റക്കാരാണ് എന്നും ശബരിമല കൊള്ളയടിക്കുന്നതിൽ അയ്യപ്പന്റെ സ്വത്ത് കൊള്ളയടിച്ചതിൽ രണ്ടു കൂട്ടരും ഒരേപോലെ കുറ്റക്കാരാണ് എന്നുള്ള സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അല്ല, അതിൽ ഏറ്റവും രസകരമായൊരു നിലപാട് എന്താണെന്നറിയോ ശ്രീ ആർ വി ബാബു? കോൺഗ്രസിന് SITക്കെതിരെ ചില പരാതികളൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും ഇങ്ങനെ അങ്ങ് SIT പോയാൽ മതി, കേന്ദ്ര അന്വേഷണം ഒന്നും വേണ്ട എന്നുള്ളൊരു രസകരമായൊരു നിലപാട് കൂടിയുണ്ട്. ഈ ഫോട്ടോ ഒക്കെ പുറത്തു വന്നതിന് ശേഷമാണ് തുടക്കത്തിൽ CBI എന്ന നിലപാട് സതീശനും കോൺഗ്രസ് ആളുകൾക്ക് നോട്ടീസ് അയക്കുകയും അടൂർ പ്രകാശിനെയും അതേപോലെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ ഈ അന്വേഷണം CBI ഏറ്റെടുത്താൽ കോൺഗ്രസിന്റെ പല ഉന്നതരായിട്ടുള്ള നേതാക്കന്മാരും പ്രതികളാകുന്ന സാഹചര്യത്തിലേക്ക് പോകും എന്ന ഭയമാണ് കോൺഗ്രസിനുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇനി പുതിയ കാര്യങ്ങൾ പുറത്തു വരാതിരിക്കാൻ SITയുടെ അന്വേഷണം ഈ എന്താ പറയാ എല്ലാം പറഞ്ഞ് കോംപ്ലിമെന്റ്സ് ആക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പോകാനാണ് ചാൻസ്. ഇനി ശബരിമല കേസുമായി ബന്ധപ്പെട്ട് UDF പുതിയ തരത്തിലുള്ള ഏതെങ്കിലും ഒരു പക്ഷം എതിരുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതിന്റെ കാരണം ഞാൻ തുടക്കത്തിൽ പല പ്രാവശ്യം പറഞ്ഞ പോലെ ശബരിമല കൊള്ളയ്ക്ക് അനിയൻ ഭാവിയും ചേട്ടൻ ഭാവിയായിട്ട് പ്രവർത്തിച്ച ആളുകളാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാരും അതേപോലെ CPM നേതാക്കന്മാരും. രണ്ടു കൂട്ടരും ശബരിമല അടക്കമുള്ള ഭരണത്തിൽ പങ്കാളികളായിരുന്നു, ദേവസ്വം ബോർഡ് ഭരണാധികാരികളായിരുന്നു. രണ്ടു കൂട്ടരുടെ കാലത്തും വലിയ അഴിമതികൾ നടന്നിട്ടുണ്ട്. വലിയ കൊള്ളയ്ക്ക് ഇവർ രണ്ടു കൂട്ടരും ഒരേപോലെ ഉത്തരവാദികളാണ്. ഹിന്ദുക്കളുടെ അമ്പലങ്ങൾ നശിപ്പിക്കാനും കൊള്ളയടിക്കാനും ഈ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കൈകോർത്ത് പിടിച്ചു നിന്നു എന്നുള്ള ഒരു വലിയ വസ്തുതയാണ് ഈ കാലയളവിൽ പുറത്തു വന്നിട്ടുള്ളത്. യെസ്, വളരെയധികം നന്ദി, വളരെയധികം നന്ദി ഈ നിമിഷം ഞങ്ങൾക്കൊപ്പം പ്രതികരിച്ചതിന്.